കോഴിക്കോട് അരീക്കാട് ചുഴലിക്കാറ്റ് ആഞ്ഞു വീശി റെയിൽവേ ട്രാക്കിലേക്ക് 3 മരങ്ങൾ കടപുഴകി വീണു. റെയിൽവേ ട്രാക്കിന്റെ വൈദ്യുതി ലൈൻ തകർന്നു വീണു. ട്രെയിനുകൾ സർവീസ് നിർത്തിവച്ചു. പൂതംപാറയിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് മുകളിൽ കവുങ്ങ് ഒടിഞ്ഞു വീണ് ബൈക്ക് യാത്രികന് പരിക്ക്. അത് ട്രെയിൻ ആക്സിഡന്റോ അങ്ങനെ കൊടുത്തോ? വിവരങ്ങളുമായി രതീഷ് വാസുദേവനുണ്ട്. രതീഷ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? ഇതിപ്പോൾ ട്രെയിൻ യാത്രയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ഇങ്ങനെ സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇന്നലെയും ഉണ്ടായിരുന്നു ഇത്തരത്തിലൊരു റിപ്പോർട്ട്. ഇതെപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെ നടപടികളാണ് അവിടെ സ്വീകരിക്കുന്നത്? അഖില, തീർച്ചയായും ഈ നേരത്തെ പറഞ്ഞ പോലെ അടിക്കടി ഇത്തരത്തിൽ ട്രാക്കിലേക്ക് മരങ്ങളും ഇതേപോലെയുള്ള മറ്റ് സാധനങ്ങളൊക്കെ വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്നു, വൈദ്യുതി തടസ്സപ്പെടുന്നു. അത്തരമൊരു സാഹചര്യമുണ്ട്. ഇന്ന് വൈകിട്ട് 6:45 ഈ അരീക്കാട് മാത്തോട്ടം ഭാഗത്തെ റെയിൽവേ ലൈനിന് സമീപം റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ മറിഞ്ഞു വീഴുന്നു. ശക്തമായ കാറ്റിലാണ് ഇത് സംഭവിക്കുന്നത്. തുടർന്ന് തൊട്ടടുത്ത ഒരു 50 മീറ്റർ അകലെയുള്ള ഒരു വീട്ടിലെ മേൽക്കൂര അടക്കം, അതായത് താൽക്കാലിക മേൽക്കൂര, ആ ടിൻ ഷീറ്റിന്റെ ആ മേൽക്കൂര പൂർണ്ണമായും നമ്മൾ ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് കരുതുന്നത്. ആ മേൽക്കൂര അത്തരത്തിൽ പൂർണ്ണമായും കാറ്റിൽ പറന്ന് റെയിൽവേ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. എന്തായാലും ആ സമയത്ത് പോകേണ്ട ട്രെയിൻ അല്പം അകലെ വന്നു. ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ ആണ് ട്രെയിൻ അത്തരത്തിൽ വരാത്ത സാഹചര്യം ഉണ്ടായത്. എന്തായാലും അത് അങ്ങനെ ഒരു ആ ട്രെയിൻ ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ദുരന്തമാകുമായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു അപകടം ഉണ്ടായില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. എന്തായാലും ഇപ്പോൾ റെയിൽവേയുടെ ഉന്നത അധികൃതർക്കൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ട്രെയിൻ ഗതാഗതം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണം. അതിന് ഈ വൈദ്യുതി ലൈനുകൾ ശരിയാക്കേണ്ടതുണ്ട്. 25,000 വോൾട്ടിന്റെ വലിയ തരത്തിലുള്ള ഉയർന്ന ശേഷിയുള്ള ഉന്നതിയിലുള്ള വൈദ്യുതിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ശ്രദ്ധയോടെ വേണം ഇത് കൈകാര്യം ചെയ്യാൻ. റെയിൽവേയുടെ ഇത്തരത്തിൽ വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇൻസ്പെക്ഷൻ കാർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 2 തരത്തിലുള്ള ഇൻസ്പെക്ഷൻ കാറാണ് ഇവിടെ ഇത് പരിശോധിക്കുന്നത്. എന്തായാലും അതിന്റെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതിനുശേഷമായിരിക്കും ഈ ട്രാക്കിൽ നിന്ന് ഇത് പൂർണ്ണമായും മാറ്റുക എന്നതാണ് ഇപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഈ തകർന്നു വീണ മേൽക്കൂരയുടെ ഭാഗം ഉൾപ്പെടെ മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ KSEBിയുടെ അധികൃതർ, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ റെയിൽവേയുടെ ഇതിന്റെ പ്രത്യേക പരിശീലനം കിട്ടിയ ഗാർഡുമാർ ഉൾപ്പെടെ ഇവിടെയുണ്ട്. വൈദ്യുതി ബന്ധം പൂർണ്ണമായും പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഈ ഭാഗത്തെ ഈ വൈദ്യുതി ലൈൻ പൂർണ്ണമായും ഇപ്പോൾ വൈദ്യുതി പ്രവാഹം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് റെയിൽവേയുടെ ഇൻസ്പെക്ഷൻ ടീം ഇപ്പോൾ പോയിട്ടുള്ളത്. ഇനിയായിരിക്കും ഈ റെയിൽവേ ട്രാക്കിലേക്ക് വീണ ഈ മേൽക്കൂര ഉൾപ്പെടെ, തകരത്തിന്റെ മേൽക്കൂരിയാണ്, ടിൻഷീറ്റിന്റെ മേൽക്കൂരിയാണ്, അത് ഉൾപ്പെടെ മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അത് പൂർണ്ണമായും മുറിച്ചു മാറ്റുന്നതിന് വൈദ്യുതി വിച്ഛേദിക്കേണ്ടതുണ്ട്. ആ നടപടിയാണ് ശാസ്ത്രീയമായി അവർ പൂർത്തീകരിച്ചത്. അതിനുശേഷം ഇനിയായിരിക്കും ഇത് പൂർണ്ണമായും മുറിച്ചു നിൽക്കുക. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ആഘാതം, വലിയ തരത്തിൽ അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും നേരിയ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. എന്തായാലും അതിനുള്ള നീക്കങ്ങളും ശ്രമങ്ങളുമാണ് നടത്തുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തേക്കുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായും റെയിൽവേയുടെ യാത്ര പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഈ റെയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട സാഹചര്യമാണുള്ളത്. എന്തായാലും അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചു വരുന്നത്. എന്തായാലും ഈ ട്രാക്കിലേക്ക് വീണ ഈ ടിൻഷീറ്റിന്റെ മേൽക്കൂര മാറ്റുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ബന്ധം ട്രാക്കിലേക്കുള്ള പൂർണ്ണമായി വിച്ഛേദിക്കേണ്ടതുണ്ട്. ഈ ഇലക്ട്രിക് ലൈനിലേക്കാണ് ഈ മേൽക്കൂര വന്ന് പതിച്ചത്. അതുകൊണ്ട് തന്നെ ആ വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചാൽ മാത്രമേ ഇത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ആദ്യം വിച്ഛേദിക്കുക എന്നതാണ് റെയിൽവേയുടെ ഈ പ്രത്യേക ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ കാർ ഉൾപ്പെടെ സ്ഥലത്തെത്തിച്ച് അവർ പരിശോധന നടത്തി റെയിൽവേ ഈ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ ടിൻഷീറ്റിന്റെ മേൽക്കൂര പൂർണ്ണമായും മുറിച്ചു നിൽക്കുന്ന നടപടികൾ നടത്തുന്നത്. ഇത് മാറ്റിയാൽ മാത്രമേ വീണ്ടും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് ഭാഗികമായെങ്കിലും ഈ റൂട്ടിലൂടെ സർവീസ് നടത്താനുള്ള സാഹചര്യം ഉണ്ടാവുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. ഏതൊക്കെ ട്രെയിനുകളാണ് സർവീസ് നിർത്തിവെച്ചതെന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ?
പ്രാഥമികമായി ഈ അത്തരം നിരവധി ട്രെയിനുകൾ ഈ സമയത്ത് പോകേണ്ടതാണ്. പ്രാഥമികമായി അത്തരം ഒരു ലിസ്റ്റ് റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ അത് സംബന്ധിച്ച വിസ്തീർണവും റെയിൽവേയുടെ ഭാഗത്തും ഉണ്ടാവും. അത്തരം അറിയിപ്പുകളും അവർ കൊടുക്കുമെന്നാണ് അറിയുന്നത്. എന്നാലും പ്രാഥമികമായി ഇപ്പോൾ റെയിൽവേയുടെ പ്രഥമ പരിഗണന ഈ ഭാഗത്തെ ഈ റെയിലിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ഈ ട്രാക്കിലേക്ക് വീണ ഈ തകര ഷീറ്റിന്റെ മേൽക്കൂര വളരെ പൊടുന്നതിനെ മുറിച്ചു മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പ്രാഥമികമായി ചെയ്യുന്നത്. അതുവരെ പൂർണ്ണമായും ഈ ഭാഗത്തുള്ള ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കുക അല്ലെങ്കിൽ നിർത്തിവെക്കുക താൽക്കാലികമായി അങ്ങനെ തന്നെയാണ് റെയിൽവേയുടെ തീരുമാനം. അതിനുശേഷമായിരിക്കും പൂർണ്ണമായും ഈ തടസ്സങ്ങളൊക്കെ മാറ്റിയ ശേഷമായിരിക്കും മറ്റ് എങ്ങനെയാണ് ഈ പുനർവിന്യസിക്കുക ഈ ട്രെയിനുകളുടെ സർവീസ് എന്ന് മനസ്സിലാക്കുക. എന്തായാലും പ്രാഥമികമായി ഇത്തരം പ്രവർത്തനങ്ങളാണ്. ഈ ട്രാക്കിലെ പ്രശ്നങ്ങൾ നീക്കം ചെയ്യുക, തടസ്സം നീക്കം ചെയ്യുക എന്ന അതിനാണ് ഏറ്റവും പ്രാധാന്യം റെയിൽവേ നൽകുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇനി തടസ്സപ്പെട്ട ട്രെയിനുകളെ എങ്ങനെ പുനർവിന്യാസം ചെയ്യും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. രതീഷ്, കൃത്യമായി ഇത് എവിടെയാണ്? ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ അടുത്താണോ ഈ സംഭവം നടക്കുന്നത്? കൃത്യമായി എവിടെയാണെന്ന് പറയാൻ കഴിയും? നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അരീക്കാട് മാത്തോട്ടം ഭാഗത്തെ റെയിൽവേ ലൈനിലാണ്. ഈ കല്ലായി റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഇത്. ഈ ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കല്ലായി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്താണിത്. മാത്തോട്ടം അരീക്കാട് ഭാഗത്താണ് ഉള്ള റെയിൽവേ ട്രാക്കിലേക്കാണ് ഈ മരവും ഈ മേൽക്കൂരയും ഈ കനത്ത കാറ്റിൽ വൈകിട്ട് 6:45 ഉണ്ടായ കാറ്റിലാണ്. തുടർന്ന് നാട്ടുകാരുൾപ്പെടെ എത്തി, വൈദ്യുതി തടസ്സപ്പെട്ടു, നാട്ടുകാരുൾപ്പെടെ എത്തി അതിൻ്റെ രക്ഷാപ്രവർത്തനം തുടങ്ങി. പക്ഷേ ആദ്യഘട്ടത്തിൽ റെയിൽവേ തന്നെ അറിയിച്ചു. കാരണം 25,000 വോൾട്ട് വൈദ്യുതി കടന്നു പോകുന്നതാണ്, ഏറ്റവും അപകടകരമായ സാഹചര്യമുള്ളതാണ്, അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ആരും പ്രവേശിക്കരുതെന്ന് പറഞ്ഞു. തുടർന്ന് റെയിൽവേയുടെ തന്നെ വിദഗ്ധരായ ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ സ്ഥലത്തെത്തിയ ശേഷമാണ് പ്രാഥമികമായി അതായത് ഈ വൈദ്യുതി ബന്ധം വൈദ്യുതി ലൈനുൾപ്പെടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അല്ലെങ്കിൽ സാധനങ്ങൾ മാറ്റാൻ, മരം മുറിച്ച് മാറ്റുന്നതിനുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയത്. അത്തരം സുരക്ഷിതത്വം റെയിൽവേ ഉണ്ടാക്കി. റെയിൽവേ അധികൃതർ സ്ഥലത്ത് കോഴിക്കോട് അരീക്കാട് ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിരിക്കുന്നു. റെയിൽവേ ട്രാക്കിലേക്ക് 3 മരങ്ങൾ കടപുഴകി വീണു. റെയിൽവേ ട്രാക്കിന്റെ വൈദ്യുതി ലൈൻ തകർന്നു വീണിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് രതീഷ് വാസുദേവൻ പങ്കുവച്ചത്.